എല്ലാവർക്കും നമസ്കാരം. വൈഷ്ണവ സുദർശനത്തിലേക്ക് എല്ലാ ഭക്തമനസ്സുകൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വിഷയം രാമായണത്തിൻ്റെ മാഹാത്മ്യം അല്ലെങ്കിൽ ആ രാമായണത്തിൻ്റെ പ്രസക്തി നമ്മുടെ ഒരു സമകാലീന ജീവിതത്തിൽ എന്താണ് രാമായണത്തിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ്. രാമായണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മഹർഷി അരബിന്ദ ഘോഷ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ സർവോത്തമ കൃതിയുടെ ചൈതന്യത്തിലേക്ക് കടക്കാൻ എല്ലാവർക്കും സാധിച്ചില്ലെന്ന് വരാം. പക്ഷേ ഒരിക്കലത് സാധിച്ചവർ ലോകത്തിലുള്ള മറ്റു ഒരു കൃതിയും അല്ലെങ്കിൽ ഒരു കാവ്യവും ഇതിന് മേധയാണെന്ന് സമ്മതിച്ച് തരികയേയില്ല. നമ്മളൊന്ന് ചിന്തിക്കണം. വിശ്വസാഹിത്യത്തിൻ്റെ മറുകര കണ്ട ഒരു മഹാജ്ഞാനി അടിസ്ഥാനമില്ലാതെ ഇങ്ങനെ ഒരു അതിപ്രശംസ ചെയ്യുകയില്ല. അതാണ് രാമായണത്തിൻ്റെ മഹത്വം. രാമായണത്തിന് സഹസ്രാബ്ദങ്ങളുടെയോ യുഗങ്ങളുടെയോ പഴക്കമുണ്ടാകാം. കാരണം ആദികാവ്യമാണ് രാമായണം. പക്ഷേ ഇനി എത്ര സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. കാരണം കാലത്തിനും ദേശത്തിനും അതീതമാണ് രാമായണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ത്രേതായുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നടന്ന അധ്യാത്മരാമായണം അല്ലെങ്കിൽ രാമായണ കഥ ഇപ്പോഴും ഈ ത്രേതായുഗത്തിന് ശേഷം ദ്വാപരയുഗം 8,32,000 വർഷത്തിന് ശേഷം ഈ കലിയുഗം 5100 വർഷത്തിന് ശേഷവും ജനങ്ങൾ വിമർശിക്കാനാണെങ്കിൽ കൂടി രാമായണം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാമായണം എന്ന കൃതി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. രാമായണ രചനയെക്കുറിച്ച് വാൽമീകിയോട് ബ്രഹ്മദേവൻ പറയുന്നത് ഇങ്ങനെയാണ്: മഞ്ഞിൽ പുഴകൾ ശൈലങ്ങൾ ഇവ നിലനിൽക്കുന്ന നാൾ വരെ രാമായണം ഉപാഖ്യാനം പാരാകെ പ്രചരിക്കുമെന്നാണ്. അതായത് ഈ ഭൂമിയിൽ പുഴകളും പർവ്വതങ്ങളും നിലനിൽക്കുന്ന നാൾ വരെ രാമായണവും പ്രചരിക്കും. ബ്രഹ്മാവ് പറഞ്ഞതിൻ്റെ സൂക്ഷ്മാർത്ഥം നമുക്കൊന്ന് നോക്കാം. എന്ന് വരെ പുഴകളും പർവ്വതങ്ങളും ഉണ്ടാകും, അന്ന് വരെ രാമായണവും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഈ പുഴകളും പർവ്വതങ്ങളും നമുക്ക് സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതോടെ ഈ ഭൂമിയിൽ ജീവരാശികൾ നശിക്കും. അതുകൊണ്ട് ഈ പ്രകൃതിയായിട്ടുള്ള പുഴകളും പർവ്വതങ്ങളും നാം സംരക്ഷിക്കണം. കാരണം നമുക്കറിയാം, ജീവരാശിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജലമാണ്. ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മളുടെ പുഴകളെല്ലാം മാലിന്യ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന സർവമാന വേസ്റ്റുകളും ഇടാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇപ്പോൾ പല പുഴകളും കാണുന്നത്. പർവ്വതങ്ങൾ വികസനത്തിൻ്റെ പേരിൽ എല്ലാ പർവ്വതങ്ങളും ഇടിച്ചു നിരത്തുകയാണ്. അപ്പം അങ്ങനെ ഇവിടെ പുഴകളും പർവ്വതങ്ങളും എന്നില്ലാണ്ടാവുന്നു അന്ന് രാമായണവും ഇല്ലാണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ സമസ്ത ജീവരാശികളുടെയും നാശമാണ് പുഴകളും പർവ്വതങ്ങളും ഇല്ലാതായാൽ. അപ്പം അതുകൊണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഇനി ഈ രാമായണത്തിൻ്റെ ഒരു പ്രസക്തി ഇന്നത്തെ കാലത്തിൽ ഒരു ചെറിയൊരു കഥ പറയാം. ഒരിക്കൽ ഒരു മുത്തശ്ശി ആ നാട്ടിലുള്ള ഒരു സന്യാസിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസി പറയുകയാണ്,
അതിന് മുത്തശ്ശി ധാരാളം രാമായണം വായിക്കൂ, ഇപ്പം നല്ല സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ വായിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് സമാധാനം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഭാഗവതം വായിക്കൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നാമം ചൊല്ലൂ, മുത്തശ്ശിക്ക് സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഞാനിതൊക്കെ ചെയ്യുന്നതാണ്, പക്ഷേ എനിക്ക് സമാധാനം ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സന്യാസി ഒരു പേനയും പേപ്പറും കൂടി ഈ മുത്തശ്ശിയുടെ കൊടുത്തിട്ട് പറയുകയാണ്, എനിക്ക് സമാധാനം വേണം എന്ന് എഴുതാൻ പറയുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശി എഴുതി എനിക്ക് സമാധാനം വേണം എന്നെഴുതി. അപ്പോൾ ഈ മഹർഷി, ഈ സന്യാസി പറയുകയാണ്, മുത്തശ്ശി അതിൽ നിന്നും എനിക്ക് എന്നുള്ള ഭാഗം വെട്ടിക്കളയാൻ പറഞ്ഞു. അങ്ങനെ അത് വെട്ടിക്കളഞ്ഞപ്പോൾ സമാധാനം വേണം എന്നായി മിച്ചം. അതിനുശേഷം ഈ മുത്തശ്ശിയോട് അദ്ദേഹം പറയുകയാണ്, അതിലുള്ള ആ ഒരു വേണം എന്നുള്ള ഭാഗം കൂടി മായ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അതും മായ്ച്ചു കളഞ്ഞു. ഒരു സന്യാസി ചോദിച്ചു, എന്താണ് മുത്തശ്ശി അവശേഷിക്കുന്നതെന്ന് ചോദിച്ചു. അത് സമാധാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മഹർഷി സന്യാസി വര്യൻ പറയുകയാണ്, മുത്തശ്ശി എനിക്ക് വേണം എന്നുള്ളത് പോയാൽ, ജീവിതത്തിൽ എനിക്ക് വേണം, എൻ്റേതാവണം, എൻ്റേതാ മാത്രമാണ് എല്ലാം എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ അത് ഒടുവിൽ ഇല്ലാതെയാവുന്നതാണ് സമാധാനം. അപ്പോൾ എനിക്ക് വേണമെന്നുള്ള ചിന്ത ജീവിതത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ അവശേഷിക്കുന്നത് സമാധാനം മാത്രമാണ്. ഈ ഒരു വലിയ തത്വമാണ് രാമായണത്തിലൂടെ വാൽമീകി മഹർഷി നമുക്ക് കാണിച്ചു തരുന്നത്. ശ്രീരാമചന്ദ്രമൂർത്തി തനിക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാ രാജകീയ സുഖങ്ങളും തൻ്റെ അച്ഛൻ്റെ വാക്കിനെ സത്യമാക്കാനായി ത്യാഗം ചെയ്തപ്പോൾ സീതയും തൻ്റെ രാജകീയ സുഖങ്ങളെല്ലാം ത്യജിച്ച് രാമനെ പിന്തുടർന്ന് കല്ലും മുള്ളും നിറഞ്ഞ വലിയ പർവ്വതങ്ങളും പുഴകളും നിറഞ്ഞ നരഭോജികൾ നിറഞ്ഞ ഘോരവനത്തിലേക്ക് രാമൻ്റെ ഒപ്പം യാത്രയായി. രാമനോട് മാത്രമേ കാട്ടിലേക്ക് പോകാൻ ദശരഥൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. സീതയ്ക്ക് ഈ ത്യാഗമൊക്കെ സഹിച്ച് ഈ 14 വർഷം, 14 ദിവസം പോലുമല്ല, 14 വർഷം ഈ ഘോരവനത്തിൽ ദുഷ്ടജന്തുക്കളുള്ള രാക്ഷസന്മാരുള്ള ഈ ഘോരവനത്തിൽ സീത രാമനോടൊപ്പം പോയി. അപ്പോൾ സീതയോട് ചോദിച്ചു, എന്തിനാണ്, രാമൻ ചോദിച്ചു, എന്തിനാണ് സീത എൻ്റെ കൂടെ വരുന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ സീത പറയുകയാണ്, പതിവ്രതാധർമ്മം അനുഷ്ഠിക്കുന്നതിന് അങ്ങ് എന്നെ അനുവദിക്കണം. അങ്ങ് നടക്കുന്ന വഴിയിലെ കല്ലും മുള്ളും ചപ്പും ചവറും എടുത്തു മാറ്റുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമമായിട്ടുള്ള ധർമ്മം. രാമൻ സീതയോട് പറയുകയാണ്, സീതയെ നിൻ്റെ ഈ മൃദുലമായ പാദങ്ങളൊക്കെ കല്ലും മുള്ളും കൊള്ളുമ്പോൾ വേദനിക്കും. അപ്പോൾ സീത പറയുകയാണ്, അങ്ങയോടൊപ്പം നടക്കുമ്പോൾ എനിക്ക് കല്ലും മുള്ളുകളൊക്കെ അത് ഒരു പുഷ്പ സമാനമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ രാമൻ വീണ്ടും സീതയെ ഇവിടെ തന്നെ നിർത്താൻ, അയോധ്യയിൽ തന്നെ നിർത്താൻ വേണ്ടി വീണ്ടും പരിശ്രമിക്കുകയാണ്. സീതയോട് പറഞ്ഞു, രാമൻ പറഞ്ഞു, ഘോര രാക്ഷസന്മാരുണ്ട്, ദുഷ്ടമൃഗങ്ങളുണ്ട്. അപ്പം സീത വീണ്ടും പറയുകയാണ്, അങ്ങയുടെ അടുത്ത് ഏതെങ്കിലും രാക്ഷസം വരുമോ? പിന്നെ ദുഷ്ടമൃഗങ്ങൾ, സിംഹത്തിൻ്റെ അടുക്കെ പുലിയും ചെന്നായും വരുമോ? അതുകൊണ്ട് അങ്ങ് പതിവ്രതാധർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി അങ്ങ് എന്നെ കൊണ്ടുപോകണം. അങ്ങയുടെ പാദ നമസ്കാരം ചെയ്യുക, അങ്ങയുടെ പാദം സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. അതുകൊണ്ട് അങ്ങേ എന്നെ ഉപേക്ഷിക്കരുത്. അങ്ങില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? എനിക്ക് മറ്റൊരു ആധാരം ആരാണ്? അങ്ങില്ലെങ്കിൽ ഒരു നിമിഷം ഞാൻ ജീവിക്കുകയില്ല. തിരിച്ചു വരുമ്പോൾ അങ്ങ് എന്നെ കാണുക പോലുമില്ല, ഞാൻ മരിച്ചിരിക്കും എന്ന് സീത പറയുകയാണ്. അപ്പോൾ രാമൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സീതയെ കൊണ്ടുപോകാമെന്ന് രാമൻ സമ്മതിച്ചു. അതുപോലെ തന്നെ അനുജനായിട്ടുള്ള ലക്ഷ്മണനും വേണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാമായിരുന്നു, അയോധ്യയിൽ തന്നെ നിൽക്കാമായിരുന്നു. പക്ഷേ ലക്ഷ്മണനും തൻ്റെ ജ്യേഷ്ഠനെ പരിചരിക്കലാണ് തൻ്റെ ധർമ്മം എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് രാമനും തൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ജ്യേഷ്ഠത്തെ അമ്മയായിട്ടുള്ള സീതാദേവിയെയും പരിചരിക്കുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോകാൻ തയ്യാറായി.
ദശരഥനും കൗസല്യയും സുമിത്രയും എന്തിനേറെ പറയുന്നു സമസ്ത അയോധ്യ നിവാസികളും ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഒപ്പം കാട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറായി. സുഖഭോഗങ്ങളിലാണ് സമാധാനവും ശാന്തിയും ഉള്ളതെങ്കിൽ ഇവരാരും ഇതെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ വീടും നാടും നഗരവും എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകാൻ തയ്യാറാകുമായിരുന്നില്ല. എല്ലാവർക്കും അറിയാം, അവരിൽ എല്ലാവർക്കും അറിയാം, ധർമ്മമാണ് സുഖത്തിൻ്റെ അടിസ്ഥാനമെന്ന്, ധർമ്മമാണ് ശ്രേയസിൻ്റെ അടിസ്ഥാനമെന്ന്, സമ്പത്തിൻ്റെ അടിസ്ഥാനം ധർമ്മമാണ് എന്നറിയാം, സർവ പുരുഷാർത്ഥങ്ങളുടെയും അടിസ്ഥാനം ധർമ്മമാണെന്നറിയാം. ശ്രീരാമചന്ദ്രമൂർത്തി ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. രാമൻ ധർമ്മത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ്. അതുകൊണ്ടാണ് സമസ്ത അയോധ്യ നിവാസികളും രാമൻ്റെ ഒപ്പം പോകാൻ തയ്യാറായത്. ജീവിതത്തിൽ ധർമ്മം ആചരിക്കുമ്പോൾ മാത്രമാണ് ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞത് മറ്റാരുമല്ല, രാമനോട് ആജന്മ ശത്രുതയുള്ള മാരീചനാണ്. നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ വീട്ടുകാർ, ഇവരൊക്കെ നമ്മളെക്കുറിച്ച് ചിലപ്പം നല്ലതാണെന്ന് പറയാം. ചിലപ്പോൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. പക്ഷേ ഇവിടെ മാരീചനാണ് പറഞ്ഞിരിക്കുന്നത് രാമനോട് ശത്രുതയുള്ള ആ മാരീചൻ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ശത്രുവാണ് പറയുന്നത്. ധർമ്മം ഒരു വിഗ്രഹത്തിൻ്റെ രൂപം സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് ശ്രീരാമൻ എന്നാണെന്ന്. ആ വാക്ക് നമുക്കെടുക്കാം. ബാക്കിയൊന്നും നമുക്ക് അത്രയ്ക്ക് കാര്യമായിട്ട് എടുക്കാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ നല്ലതായിരിക്കും, പക്ഷെ നമ്മുടെ ശത്രുവിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചീത്തയായിരിക്കും. പക്ഷേ നമ്മുടെ ശത്രു നമ്മളെക്കുറിച്ച് പറയുന്ന നല്ല വർത്തമാനം തീർച്ചയായിട്ടും സത്യമായിരിക്കും. അതായത് ശത്രുവിൻ്റെ കണ്ണിൽ കൂടി നോക്കിയിട്ട് പോലും രാമനിൽ ഒരു കുറവും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണ് രാമായണം. വാൽമീകി മഹർഷി എഴുതിയ രാമായണമാണ് ഇതിൻ്റെ ഒറിജിനൽ പതിപ്പ് എന്ന് പറയുന്നത്. മൂലഗ്രന്ഥം എന്ന് പറയുന്നത് വാൽമീകി രാമായണമാണ്. അതിനുശേഷം 3000-ഓളം രാമായണങ്ങൾ പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. അധ്യാത്മ രാമായണം, ആനന്ദരാമായണം, അത്ഭുത രാമായണം, ഹനുമദ് രാമായണം, തുളസീദാസ രാമായണം, രാമചരിതമാനസം, അങ്ങനെ അനവധി രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൽ നിന്ന് 3000-ലധികം രാമായണങ്ങൾ ഉണ്ടെന്നാണ് രേഖകൾ പറയുന്നത്. ഇന്ന് കേരളത്തിൽ പ്രചാരമുള്ള അധ്യാത്മരാമായണം ഭഗവാൻ വേദവ്യാസ മഹർഷി സംസ്കൃതത്തിൽ എഴുതിയ അധ്യാത്മരാമായണത്തിൻ്റെ വൃത്താനുവൃത്തം പദാനുപദം തർജിമയല്ല. അതായത് 24,000 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്ന വാൽമീകി രാമായണത്തിനെ അദ്ദേഹം വേദവ്യാസ മഹർഷി അത് നേരെ 6-1 ചുരുക്കി 4200 ശ്ലോകങ്ങൾ ഉള്ള അധ്യാത്മരാമായണം രചിച്ചു. ആ അധ്യാത്മരാമായണത്തിൻ്റെ അതേ ഛായ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലുള്ള വലിയൊരു മഹാത്മാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ പിതാവ് കൂടിയായിട്ടുള്ള രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയതാണ് ഇന്ന് നമ്മൾ പൊതുവെ വായിക്കുന്ന അധ്യാത്മരാമായണം, കിളിപ്പാട്ട്. പക്ഷേ വാൽമീകി രാമായണത്തിൻ്റെ ഘടനയും പ്രത്യേകതകളും അത് ഒന്ന് വേറെ തന്നെയാണ്. വാൽമീകി രാമായണത്തിൽ സാഹിത്യവും കാവ്യഭംഗിയുമൊക്കെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. എന്താണോ രാമൻ്റെ യഥാർത്ഥത്തിലുള്ള ജീവിതം, അതുപോലെ തന്നെ പകർത്തി അദ്ദേഹത്തിന് സമകാലീനനായിട്ട് ജീവിച്ചിരുന്ന വാൽമീകി മഹർഷി എഴുതിയതാണ് വാൽമീകി രാമായണം. 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം. അതിൽ മറ്റു കൂട്ടിക്കലർത്തലുകൾ ഒന്നുമില്ല, അതിൽ നിന്നൊന്നും എടുത്തു മാറ്റിയിട്ടുമില്ല. അതുകൊണ്ടാണ് രാമായണത്തിന് ഇതിഹാസം എന്ന് വിളിക്കുന്നത്. കാരണം എന്താണ്? ഇത് രാമന്റെ ജീവചരിത്രമാണ്. ഇനി രാമായണം എന്ന വാക്കിന്റെ അർത്ഥം ചിലർ പറയും രാമായണം എന്നുള്ളത്. രാ എന്നാൽ ഇരുട്ട്, മായണം എന്നാൽ ഇല്ലാതാവണം, അതായത് ഇരുട്ട് ഇല്ലാതാവണം എന്ന് പറയും.
ഇതൊക്കെ ഭംഗിയുള്ള, കേൾക്കാൻ സുഖമുള്ള ഒരു വ്യാഖ്യാനമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാമായണം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ മലയാളമോ അല്ലെ കേരളമോ ഒന്നുമില്ല. ഇത് ത്രേതായുഗത്തിൽ എഴുതിയതാണ്. രാമായണം എന്നാൽ അർത്ഥം ഇതാണ്: രാമസ്യ രാമായാഹ വാ അയനം ഗമനം ചരിതം ഇതി രാമായണം എന്നാണ്. അപ്പൊ രാമസ്യ അയനം അഥവാ രാമായാഹ അയനം. രാമ എന്ന് പറഞ്ഞാൽ സീത, രാമ എന്ന് പറഞ്ഞാൽ സീത. അപ്പോൾ ഗമനം എന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് പോകുന്നതല്ല, ചരിതം ആണ്. ചരിതം എന്നാൽ ചരിത്രം. രാമന്റെയും സീതയുടെയും ജീവചരിത്രമാണ് രാമായണം. ഇനി ഇതിഹാസം എന്നാൽ എന്താണ് നമുക്ക് നോക്കാം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇതി ഇഹ ആസീത്, ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു. ഇതി ഇപ്രകാരം, ഇഹ ഇവിടെ, ആസീത് സംഭവിച്ചിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാമായണം ഇതിഹാസമായി മാറിയത്. രാമായണത്തിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഭാരതത്തിൽ ഉടനീളം രാമൻ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. ഇനി എന്തിനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ട് വിഷ്ണു ഭഗവാൻ അവതരിച്ചത്? ഒരു ഉത്തമനായിട്ടുള്ള പുത്രൻ എങ്ങനെയായിരിക്കണം എന്ന് ലോകരെ കാണിച്ചു കൊടുക്കാനാണ് അദ്ദേഹം ഇവിടെ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് അവതരിച്ചത്. ഉപദേശിച്ചല്ല, ജീവിച്ചാണ് അദ്ദേഹം കാണിച്ചു കൊടുത്തത്. ഉത്തമനായ ഒരു സഹോദരൻ എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉത്തമനായ ഒരു സുഹൃത്ത്, ഒരു മാതൃകാ സുഹൃത്ത് എങ്ങനെയായിരിക്കണം, ഒരു മാതൃകാ രാജാവ് എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, ഒരു ഉത്തമനായ ഭർത്താവ് എങ്ങനെയായിരിക്കണം, എന്തിനേറെ പറയുന്നു ഒരു മാതൃകാ ശത്രു എങ്ങനെയായിരിക്കണം എന്ന് ആ ശത്രുവിനും വേണം ഒരു അന്തസ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ വഷളൻ ശത്രുവല്ല. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ശത്രുവിൻ്റെ അന്തസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രാവണനെ ഭഗവാൻ വധിച്ചു കഴിഞ്ഞപ്പോൾ വിഭീഷണനോട് പറഞ്ഞു, രാവണന്റെ ബലിതർപ്പണാദികളൊക്കെ ചെയ്ത് വേണ്ടതുപോലെ ഉചിതമായ എല്ലാവിധ രാജമര്യാദകളും പാലിച്ചുകൊണ്ട് രാവണന്റെ മൃതദേഹം സംസ്കരിക്കണം എന്ന് വിഭീഷണനോട് പറഞ്ഞപ്പോൾ വിഭീഷണൻ അതിന് വിസമ്മതിക്കുകയാണ്. വിഭീഷണൻ പറയാണ്, ഇവൻ ഘോര മഹാപാപങ്ങളൊക്കെ ചെയ്തവനാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ വിഭീഷണനോട് പറയുകയാണ്, വിഭീഷണ, അങ്ങ് രാവണന് ബലിതർപ്പണാദികൾ ചെയ്തില്ലെങ്കിൽ, സംസ്കാരാദി ക്രിയകൾ ചെയ്തില്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ മാനിച്ച് ഞാൻ രാവണന് സംസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കും. അത് കേട്ടതും വിഭീഷണന് പൊട്ടിക്കരയുകയാണ്. രാമന്റെ പാദങ്ങളിലേക്ക് വീഴാൻ പോയപ്പോൾ രാമൻ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ആ വിഭീഷണ തൻ്റെ തെറ്റ് മനസ്സിലായി അദ്ദേഹം അതിന് തയ്യാറാവുകയാണ്. അതാണ് രാമന്റെ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ത്രേതായുഗത്തിന്റെ അവസാനത്തിൽ വാൽമീകി മഹർഷി എഴുതിയ രാമായണം ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം കഴിഞ്ഞ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കലിയുഗത്തിലും അത്രയും പ്രസക്തിയും മഹിമയും ഉള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെയൊന്നും അല്ല രാമായണത്തിൻ്റെ മഹത്വം കൂടുതലായി ഉള്ളത്. നമ്മൾക്ക് അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് ഒരു മണമില്ല എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ടല്ലോ. തായ്ലൻഡ്, ഇന്തോനേഷ്യ, തായ്ലൻഡിലൊക്കെ ദേശീയ ഗ്രന്ഥം പോലും രാമായണമാണ്. ഞാനീ പറഞ്ഞത് ഒരു സത്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. രാമകിയൻ എന്നാണ് പറയുക. രാമന്റെ മഹത്വം രാമായണമാണ് അവർ പഠിക്കുന്നത്. നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, കംബോഡിയ, മലേഷ്യ, അതുപോലെ തന്നെ സിംഗപ്പൂര്, ജപ്പാൻ, വിയറ്റ്നാം, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, ഇപ്പോഴൊന്നുമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ രാമായണം പ്രചരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണ കിളിപ്പാട്ട് എന്ന ഒരു ഗ്രന്ഥത്തെ കുറിച്ച് അറിയാത്ത മലയാളികൾ ഇന്ന് ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ രാമായണം എഴുതിയിട്ടുള്ളത്. അതായത് കിളിപ്പാട്ട് രൂപത്തിലാണ്. നേരത്തെ പറഞ്ഞു, കിളിപ്പാട്ട് രാമായണം എന്ന് പറഞ്ഞാൽ ഒരു തത്തയെ കൊണ്ട് കഥ പറയിക്കുന്ന രൂപത്തിൽ കഥ പറയുന്നു. ഏതൊരു മനുഷ്യൻ്റെയും നന്മയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തുന്നതിനും
അവൻ്റെ ആത്മസാക്ഷാത്കാരത്തിനും ഉതകുന്ന രീതിയിലാണ് വാൽമീകി മഹർഷി രാമായണം രചിച്ചിട്ടുള്ളത്. ഉന്നതങ്ങളായിട്ടുള്ള മനുഷ്യബന്ധങ്ങളെ തുറന്നു കാണിച്ച് വ്യതിചലിക്കാൻ പാടില്ലാത്ത മാനുഷിക മൂല്യങ്ങളെ, ധർമ്മത്തിനെ പിന്തുടരാൻ രാമായണം ജനങ്ങളെ ഉപദേശിക്കുന്നു എന്നതാണ് ആ രാമായണത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ രാമ എന്ന നാമത്തിൻ്റെ മഹിമ, വൈഭവം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു. വാൽമീകി രാമായണം എഴുതിയ വാൽമീകി ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് രത്നാകരൻ എന്ന ഒരു കാട്ടാളനായിരുന്നു. അപ്പോൾ ഈ കാട്ടാളൻ ധാരാളം ദുഷ്ടകൃത്യങ്ങളൊക്കെ ചെയ്ത് ഒരു വേടനായിരുന്നു. അപ്പം വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാരെ ഉപദ്രവിക്കുക, അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചെടുക്കുക, മൃഗങ്ങളെയൊക്കെ വേട്ടയാടുക, എന്നിട്ട് അതുങ്ങളെയൊക്കെ കൊണ്ട് വീട്ടിൽ പോവുക, അങ്ങനെ പിടിച്ചു പറിച്ച് ഒരു കള്ളനെ പോലെ, കള്ളനായിട്ട് തന്നെ ജീവിച്ചിരുന്ന ആളാണ് ഈ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ. അതുപോലെ ഒരിക്കൽ അതുവഴി വന്ന സപ്തർഷിമാര് ഇദ്ദേഹത്തെ കാണുകയും സപ്തർഷിമാരെ അദ്ദേഹം ബന്ധിക്കുകയും, ബന്ധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എനിക്ക് തരാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും എന്ന് പറഞ്ഞ് വാളുകൊണ്ട് വെച്ച് ഭീഷണിപ്പെടുത്തി. അവർ പറഞ്ഞു, ഞങ്ങൾ സന്യാസിമാരാണ്, ഞങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ കള്ളം പറയുകയാണ് എന്ന് പറയും. അല്ല, നീ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ പറഞ്ഞു, ശരി, ഒന്നുമില്ല. അപ്പോൾ അതേ സപ്തർഷിമാർ ചോദിച്ചു, അല്ല രത്നാകര, എന്തിനാണ് നീ ഞങ്ങളെ ഇങ്ങനെ പിടിച്ചു പറിക്കുന്നത്? നീ എന്തിനാണ് വഴിയിലുള്ള ആൾക്കാരെ മുഴുവൻ ഇങ്ങനെ പിടിച്ചു പറിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ രത്നാകരൻ പറഞ്ഞു, എനിക്ക് വലിയൊരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, അവരെയൊക്കെ എനിക്ക് സംരക്ഷിക്കണം. അപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വഴിയിലൊക്കെ പിടിച്ചു പറിച്ച് നടക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നും. അതുവേണ്ടിയാണ് നിങ്ങളെ ഞാൻ പിടിച്ചു കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ശരി, ഇപ്പം നീ ചെയ്യുന്നതിനൊക്കെ പാപമില്ലേ? പാപം ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ രത്നാകരൻ ആദ്യം ശങ്കിച്ചു. പാപം ഉണ്ടാകുമായിരിക്കും. അപ്പോൾ നീ കൊണ്ടുപോകുന്നതിൻ്റെ ഫലം, നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്, അപ്പോൾ അതിനൊരു ഫലം അവരും കൂടെ അത് അനുഭവിക്കുമോ? നിന്റെ ഭാര്യ, നിന്റെ മക്കളും അച്ഛനും അമ്മയൊക്കെ അനുഭവിക്കുമെന്ന് ചെയ്യും. അപ്പോൾ അതേപോലെ പിന്നെ തീർച്ചയായിട്ടും അനുഭവിക്കും. ഞാൻ കൊണ്ടുപോകുന്നതിൻ്റെ പങ്ക് അവരും കൂടെ കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അവരും അനുഭവിക്കണമല്ലോ എന്ന് പറയും. എന്നാൽ നീ ഒന്ന് ചോദിച്ചിട്ട് വരാൻ പറയും. അങ്ങനെ ഈ രത്നാകരൻ വീട്ടിൽ പോവുകയും തൻ്റെ അച്ഛനോടും അമ്മയോടും മക്കളോടും ഭാര്യയോടും ഒക്കെ ചോദിച്ചു, ഞാനിങ്ങനെ ആൾക്കാരെയൊക്കെ പറ്റിച്ചും പിടിച്ചുപറിച്ചും കൊന്നും ഒക്കെ കൊണ്ടുവരുന്ന ധനമൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത്, അതൊക്കെ കൊണ്ടാണ് നിങ്ങൾ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പാപമാണ്, അതിൻ്റെ ഒരു പങ്ക് നിങ്ങളും സ്വീകരിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ ഭാര്യ പറയും, അങ്ങോട്ട് തന്നെ പങ്ക് ഞങ്ങൾ സ്വീകരിക്കും, പക്ഷെ പാപത്തിൻ്റെ പങ്ക് ഞങ്ങൾ സ്വീകരിക്കില്ല, അത് അങ്ങക്ക് മാത്രമാണെന്ന് പറയും. അത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോഴാണ് ഇദ്ദേഹത്തിന് വിവേകമുണ്ടാകുന്നത്. അദ്ദേഹം തിരികെ വന്നപ്പോൾ സപ്തർഷിമാരോട് പറയുകയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് ജീവിതം തിരുത്തണം എന്ന് പറയുകയാണ്. അപ്പോൾ പറഞ്ഞു, 2 മരങ്ങളുടെ ഇടയിലെത്തിയിട്ട് മര എന്ന് ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ മരാം പറഞ്ഞ് രാമനായി, രാമയായി. അങ്ങനെ അദ്ദേഹം ആ ആത്മതത്വത്തിൽ ലയിച്ച് ആ പരമാത്മാവിനെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് രാമമന്ത്രം ജപിച്ച് ഇരുന്നു. അങ്ങനെ അനങ്ങാതിരിക്കുന്ന എന്തിൻ്റെ മുകളിലും ചിതൽപുറ്റ് പിടിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ചിതൽപുറ്റ് ആയി, ചിതൽപുറ്റ് കൊണ്ട് മൂടി ആ ശരീരം മുഴുവൻ. വർഷങ്ങൾക്ക് ശേഷം അതുവഴി വരുന്ന ആ സപ്തർഷിമാർ നോക്കുമ്പോൾ ചിതൽപുറ്റിൽ നിന്നും രാമനാമം കേൾക്കുന്നു. അങ്ങനെ ചിതൽപുറ്റ് മാറ്റി നോക്കിയപ്പോൾ അതിൽ അന്ന് അവർ പറഞ്ഞ ആ കാട്ടാളനായിരുന്ന രത്നാകരൻ അതിതേജസ്വിയായിട്ടുള്ള വാൽമീകി മഹർഷി ആയി മാറി. അപ്പോൾ അവർ വാൽമീകത്തിൽ നിന്നും ഉണ്ടായവൻ എന്നുള്ള പേരിൽ നിന്നാണ് വാൽമീകി, അതായത് ചിതൽപുറ്റ് എന്നാണ് അർത്ഥം. ആ വാൽമീകം എന്ന് പറഞ്ഞാൽ ചിതൽപുറ്റ്. അപ്പോൾ വാൽമീകത്തിൽ നിന്നുണ്ടായവൻ എന്നുള്ള അർത്ഥത്തിൽ വാൽമീകി എന്നുള്ള പേര് അവർ കൊടുത്തു. അപ്പോൾ അതാണ് ആ രാമൻ്റെ നാമത്തിൻ്റെ മഹത്വം. അതുപോലെ തന്നെ രാമനാമത്തിൻ്റെ മറ്റൊരു മഹത്വം കൂടെ പറയുന്നുണ്ട്. ഗൗതമനിൽ നിന്ന് ശാപം കിട്ടിയ അഹല്യ
നീ കല്ലും നീ ഒരു കല്ലായി ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചപ്പോൾ ഈ വെയിലും മഞ്ഞും മഴയും എല്ലാം കൊണ്ട് ഇവിടെ കിടക്കുകയാണ്. അപ്പൊ നീ രാമനാമം ചൊല്ലി, രാമൻ ത്രേതായുഗത്തിൽ വന്ന് അവതരിക്കുന്നുണ്ട്, ആ സമയത്ത് നിനക്ക് മോക്ഷം കിട്ടും, നീ ശുദ്ധയാകുമെന്ന് പറഞ്ഞു ശാപമോക്ഷമായിട്ട് കൊടുത്തു. അങ്ങനെ ആ സത്യയുഗത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിന് രാമനാമം ചൊല്ലി, ആ രാമ 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 മന്ത്രം ചൊല്ലി ഒരു യുഗം തന്നെ നേരത്തെ ആക്കാൻ സാധിച്ചു അഹല്യയ്ക്ക്. യഥാർത്ഥത്തില് സത്യയുഗം കഴിഞ്ഞാൽ ദ്വാപരയുഗമാണ് വരേണ്ടത്, രണ്ടാമത്തെ ദ്വാപരയുഗമാണ് വരേണ്ടത്. പക്ഷേ ആ അഹല്യയുടെ രാമരാമ എന്നുള്ള ആ മന്ത്രജപം കേട്ടപ്പോൾ രാമന് ഒരു യുഗം മുമ്പേ വരാൻ രാമൻ തയ്യാറായി. ശരിക്കും ത്രേതായുഗം, ത്രേത എന്ന് പറഞ്ഞാൽ മൂന്നാമത് വരേണ്ടതാണ്. പക്ഷേ ഒരു യുഗം തന്നെ മാറ്റിമറിക്കാൻ അഹല്യക്ക് സാധിച്ചു, അഹല്യയുടെ ഭക്തി കൊണ്ട് സാധിച്ചു. അപ്പൊ അത്രയ്ക്ക് മഹത്വമാണ് രാമനാമത്തിനുള്ളത്, അത്രയ്ക്ക് മഹത്വമാണ് രാമായണത്തിനുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ഒരു കർക്കടക മാസത്തിൽ, ഈ ഒരു രാമായണ മാസത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും വീടുകളിൽ രാമായണ ശീലുകൾ ഉറക്കെ ഉറക്കെ മുഴങ്ങി കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.